ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ വീണ്ടും ആരോപണവുമായി ഹർഷിന. സർക്കാർ കൂടെയുണ്ടെന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. തുടർ ചികിത്സ സൗജന്യമാക്കണമെന്നാണ് ഹർഷിനയുടെ ആവശ്യം. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് പ്രതികരണം. നമ്മളെ സാമ്പത്തികാവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും അവസ്ഥയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിനൊരു പരിഹാരമാവും എന്ന് പ്രതീക്ഷയിൽ നിൽക്കാനല്ലാണ്ട് 1.5 വർഷമായിട്ടും ഒരു രൂപത്തിലുള്ളൊരു പരിഹാരവും നമ്മളടുത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ആരോടെ എങ്ങനെ പറയേണ്ടത് നമുക്കറിയില്ല. ഇനി ഒരു ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ടുള്ള ഒരു തുടർ ചികിത്സക്കെങ്കിലുള്ള ഒരു വകുപ്പ്, ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ എത്രയും കൂടെ ഉണ്ടെന്ന് ഡെയിലി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കിട്ടിയേ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല, സഹതാപം പറഞ്ഞിട്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ ഒരു പരിഹാരം എന്തായാലും വന്നേ പറ്റൂ. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലോ ആ ഒരു ചികിത്സ സൗജന്യമായിട്ട് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തരണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനൊരു നീക്കം ഉണ്ടാവണം എന്നുള്ളതാണ്. മിഥില ബാലൻ കോഴിക്കോടും ചേരുന്നു. മിഥില, ഈ സംഭവത്തിൽ ഡോക്ടറെയും നഴ്സിനെയും അടക്കമൊക്കെ പ്രതി ചേർത്ത് നിയമ നടപടി അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വീണ്ടും ഒരു ആക്ഷേപവുമായി ഹർഷിന മുന്നോട്ട് വരാൻ കാരണം എന്താണ്? ഈ വൈദ്യസഹായം നൽകുന്നില്ല എന്നതാണ് ആരോപണം. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈലെ, ഈ കേസിന്റെ തുടക്കം മുതലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി 24 ആണ് കേരളത്തിന് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരം ആരോഗ്യവകുപ്പിനെതിരെ ഒരു ആരോപണവുമായി ഹർഷിന രംഗത്ത് വരാനുള്ള കാരണം എന്നത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് ഈ സർജറി നടന്ന ഭാഗത്ത് വേദനയെ തുടർന്ന് ഹർഷിന കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പോയത്. ആ സമയത്ത് സ്കാനും CT സ്കാനും ഉൾപ്പെടെ നിരവധി പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇവർ മാത്രമല്ല, അവിടെ പ്രവേശിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു ഡോക്ടർമാർ നൽകിയിട്ടുള്ളത്. സർജറി വേണം എന്ന ഒരു സൂചന, വീണ്ടും സർജറി വേണം എന്ന ഒരു സൂചനയും ഡോക്ടർമാർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ചില വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് തനിക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് ഹർഷിന പറഞ്ഞതിനെ തുടർന്നായിരുന്നു വിടുതൽ വാങ്ങി അവർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ തന്നെ വലിയൊരു തുക സ്കാനിങ്ങിനും മറ്റുമായി അവർക്ക് അവിടെ ആശുപത്രിയിൽ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു പരിഗണന വേണം എന്ന ഒരു ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നത്. തുടർ ചികിത്സയെങ്കിലും ആരോഗ്യവകുപ്പ് സൗജന്യമായി നൽകണം എന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യം എന്നത്, താൻ ഈ വേദന സഹിച്ച് 5 വർഷമായി ജീവിക്കുന്നത്, തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രശ്നം തെറ്റല്ല, തനിക്ക് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ, അതായത് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച മൂലമാണ് താൻ ഇങ്ങനെ വേദന തന്ന് ജീവിക്കേണ്ടി വരുന്നത്. ഇപ്പോഴും സാമ്പത്തികം, അല്ലെങ്കിൽ ആശുപത്രികൾ ഇങ്ങനെ പൈസ നൽകി ജീവിക്കേണ്ടി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ താൻ ചെയ്യാത്ത ഒരു തെറ്റിന് ഇനിയെങ്കിലും ആരോഗ്യവകുപ്പ് തുടർ ചികിത്സയെങ്കിലും ലഭ്യമാക്കണം എന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആവശ്യം വരുമ്പോഴെങ്കിൽ അത്തരം ഒരു കാര്യം തന്നെ ആരോഗ്യമന്ത്രി മറന്ന ഒരു മട്ടാണ് നിലവിലുള്ളതെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. തനിക്ക് നൽകാമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം തന്നെ എല്ലാവരും മറന്നുപോയിരിക്കുന്നു. 2 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ അത് അപര്യാപ്തമാണെന്ന് പറഞ്ഞ ഹർഷിന വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ കണ്ടതാണ് 2-3 ഘട്ടങ്ങളായി സമരം നടത്തിയത്. 50 ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അക്കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. പറയുന്ന ഒരു കാര്യം, പോലീസിൻ്റെ ഭാഗത്തുനിന്നും തനിക്ക് നീതി ലഭിച്ചു. നേരത്തെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഏപ്രിലിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തനിക്ക് നീതി ലഭിച്ചു. അതേസമയം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് പറഞ്ഞതുപോലെ സിസ്റ്റത്തിന്റെ ഇടയാണ് ഹർഷീന. പൊരുതിയും പോരാടിയും അതിന്റെ പാരമ്യത്തിലെത്തിയിട്ടും കാര്യമുണ്ടാകുന്നില്ല. നീതി നിഷേധം അത് ഹർഷീനയാകുന്നു.